ഭൂകമ്പത്തിൽ തകർന്നപ്പോൾ തുർക്കിക്ക് ആദ്യം രക്ഷയ്ക്കെത്തിയത് ഇന്ത്യയാണ്. അങ്ങനെയുള്ള ഇന്ത്യയെ ആക്രമിക്കാൻ ആദ്യം എത്തിയത് തുർക്കിയുടെ ഡ്രോണുകൾ. പടിഞ്ഞാറൻ അതിർത്തിയിലുടനീളമുള്ള സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി പാകിസ്ഥാൻ 300 മുതൽ 400 ഡ്രോണുകൾ അയച്ചതായി ഇന്ത്യൻ ആർമി കേണൽ സോഫിയ ഖുറേഷി പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തി. പ്രാഥമിക അന്വേഷണത്തിൽ ഇവ തുർക്കി നിർമ്മിത ഡ്രോണുകളാണെന്ന് കണ്ടെത്തി. 2023 തുർക്കിയിൽ വിനാശകരമായ ഭൂകമ്പമുണ്ടായപ്പോൾ സഹായിക്കാൻ ആദ്യം എത്തിയത് ഇന്ത്യയായിരുന്നു. ഓപ്പറേഷൻ ദോസ് എന്ന പേരിലാണ് സഹായഹസ്തവുമായി ഇന്ത്യ അന്ന് ഓടിയെത്തിയത്. NDRF സേവനങ്ങൾക്കും സഹായത്തിനുമൊപ്പം അവശിഷ്ടങ്ങളിൽ കുടുങ്ങിയവരെ രക്ഷിക്കാൻ ഇന്ത്യ ഗരുഡ എയ്റോസ്പേസ് ഡ്രോണുകളും കൂടാതെ മരുന്നും ഭക്ഷണവും കൊണ്ടുപോകാൻ പരിഷ്കരിച്ച കിസാൻ ഡ്രോണുകളും ഒക്കെ അയച്ച് സഹായിച്ചു. പാകിസ്ഥാൻ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിച്ചു. രാജ്യത്തിന്റെ പടിഞ്ഞാറൻ അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തിയ സൈനിക ആക്രമണങ്ങൾ ഇന്ത്യൻ സായുധസേന വിജയകരമായി തന്നെ പരാജയപ്പെടുത്തി. പക്ഷേ ഈ ആക്രമണത്തിന്റെ ചില കണ്ടെത്തലുകൾ ഇന്ത്യക്ക് വലിയ ഞെട്ടലാണ് സമ്മാനിച്ചത്. ലേ മുതൽ സർക്രീക്ക് വരെയുള്ള പടിഞ്ഞാറൻ അതിർത്തിക്കപ്പുറത്ത് ഇന്ത്യയിലെ 36 സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ ആക്രമണത്തിന് ശ്രമിച്ചത് 300ഓളം തുർക്കി നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിച്ചാണെന്ന് ഇന്ത്യ കണ്ടെത്തി. കണ്ടെടുത്ത അവശിഷ്ടങ്ങൾ തുർക്കിയിലെ സോങ്കർ അസിഗാഡ് ഡ്രോണുകളുടേതാണെന്ന് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി. പ്രതിരോധ സ്ഥാപനമായ അസിഗാഡ് വികസിപ്പിച്ചെടുത്ത ഇവയ്ക്ക് 3 മുതൽ 5 കിലോമീറ്റർ വരെ പ്രവർത്തന പരിധിയുണ്ട്. 2800 മീറ്റർ വരെ ഉയരത്തിൽ പറക്കാനും സാധിക്കും. തുർക്കി സായുധസേന ഉപയോഗിച്ച ആദ്യത്തെ തദ്ദേശ ഡ്രോണാണിത്. പേൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഏപ്രിൽ 28-ന് കറാച്ചിയിൽ C-130E ഹെർക്കുലീസ് വിമാനം ഇറങ്ങിയപ്പോൾ തുർക്കി പാകിസ്ഥാന് നൽകിയത് ഈ ഡ്രോണുകളാണെന്ന ഊഹാപോഹമാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. ഏപ്രിൽ 30-ന് ലഫ്റ്റനന്റ് ജനറൽ യാസർ കദിയോഗ്ലുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഉന്നത തുർക്കി സൈനിക രഹസ്യാന്വേഷണ സംഘം ഇസ്ലാമാബാദിലെ പാകിസ്ഥാൻ വ്യോമസേന ആസ്ഥാനം സന്ദർശിച്ച് പാകിസ്ഥാൻ വ്യോമസേന മേധാവിയെ കണ്ടിരുന്നു. ഇതോടെ തുർക്കി ആരോടൊപ്പമാണ് നിലകൊള്ളുന്നതെന്ന് വ്യക്തമായി കഴിഞ്ഞു. നയതന്ത്രപരമായും തന്ത്രപരമായും ആഗോളതലത്തിലും ഇന്ത്യ തുർക്കിയെ ലക്ഷ്യമിടേണ്ട സമയമാണിത് എന്നാണ് സംഭവ വികാസങ്ങളെല്ലാം കാണിക്കുന്നതെന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. പേൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഏപ്രിൽ 28-ന് കറാച്ചിയിൽ C-130E ഹെർക്കുലീസ് വിമാനം ഇറങ്ങിയപ്പോൾ തുർക്കി പാകിസ്ഥാന് നൽകിയത് ഈ ഡ്രോണുകളാണെന്ന ഊഹാപോഹമാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. ഏപ്രിൽ 30-ന് ലഫ്റ്റനന്റ് ജനറൽ യാസർ കദിയോഗ്ലുവിന്റെ നേതൃത്വത്തിൽ ഒരു ഉന്നത തുർക്കി സൈനിക രഹസ്യാന്വേഷണ സംഘം ഇസ്ലാമാബാദിലെ പാകിസ്ഥാൻ വ്യോമസേന ആസ്ഥാനം സന്ദർശിച്ച് പാകിസ്ഥാൻ വ്യോമസേന മേധാവിയെ കണ്ടു. ഇതോടെ തുർക്കി ആരോടൊപ്പമാണ് നിലകൊള്ളുന്നത് എന്ന് വ്യക്തമായി കഴിഞ്ഞു. നയതന്ത്രപരമായും തന്ത്രപരമായും ആഗോളതലത്തിലും ഇന്ത്യ തുർക്കിയെ ലക്ഷ്യമിടേണ്ട സമയമാണിത് എന്നാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം കാണിക്കുന്നതെന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. പേൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള നിലപാടുകളിലും പ്രസ്താവനകളിലും പോലും പ്രസിഡന്റ് റജബ് ത്വയ്യിബ് എർദോഗാന്റെ കീഴിലുള്ള തുർക്കി സർക്കാർ പാകിസ്ഥാൻ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എർദോഗാനും അപൂർവമായി മാത്രമേ കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളൂ. അവസാനമായി കണ്ടത് 2023-ൽ ഡൽഹിയിൽ നടന്ന G20 ഉച്ചകോടിയിലായിരുന്നു. തുർക്കിയുടെ വിനോദസഞ്ചാര മേഖല പ്രധാനമായും ഇന്ത്യൻ സന്ദർശകരെ ആശ്രയിച്ചിരിക്കുന്നു. 2023-ൽ ഏകദേശം 2.25 ലക്ഷം ഇന്ത്യൻ വിനോദസഞ്ചാരികൾ തുർക്കി സന്ദർശിച്ചിരുന്നു. 2024-ൽ ഇത് 20% വർദ്ധിച്ച് 3.25 ലക്ഷമായി. ഇൻഡിഗോ പോലുള്ള ഇന്ത്യൻ വിമാന കമ്പനികൾ ഇസ്താംബുളിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ നടത്തുന്നുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്താണ് 2023-ൽ വിനാശകരമായ ഭൂകമ്പത്തിന് ശേഷം ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു C-17 വിമാനം ഉദ്യോഗസ്ഥരുമായും സഹായവുമായും തുർക്കിയിലേക്ക് അയച്ചത്. എന്നാൽ പാകിസ്ഥാനൊപ്പം നിൽക്കുന്ന തുർക്കിയോടുള്ള സമീപനം ഇന്ത്യയും ഇന്ത്യൻ ജനതയും ഇപ്പോൾ മാറ്റേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഭൂകമ്പമുണ്ടായ തുർക്കിയെയും സിറിയയെയും സഹായിക്കാൻ കേരള സർക്കാരും അന്ന് രംഗത്ത് വന്നിരുന്നു. 10 കോടി രൂപയാണ് ദുരിതാശ്വാസ സഹായമായി കേരള സർക്കാർ അനുവദിച്ചത്. ഇതിനു പുറമെ 2023 ജനുവരിയിൽ തുർക്കി അംബാസിഡർ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. ടൂറിസം, ആരോഗ്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ തുർക്കിയുമായി സഹകരണ സാധ്യതയാണ് ഇരുവരും ചർച്ച ചെയ്തത്. ഇസ്താംബുളിൽ നിന്ന് കൊച്ചിയിലേക്ക് നേരിട്ട് വിമാന സർവീസ് ആരംഭിക്കുന്ന കാര്യം പരിഗണനയിലാണെന്നും അംബാസിഡർ മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു.